ഇപ്പോൾ കഴിഞ്ഞ ദിവസം ശശി തരൂരിന് അനുകൂലമായിട്ടൊരു സർവേ ഫലം പുറത്തു വന്നു. അത് തരൂർ തന്നെ ഷെയർ ചെയ്തു. കേരളത്തിൽ ശശി തരൂർ മുഖ്യമന്ത്രിയാകണമെന്ന് 29% പേർ ആഗ്രഹിക്കുന്നു എന്നായിരുന്നു ആ സർവേയിൽ പറഞ്ഞിരിക്കുന്നത് എന്നാണ് ശശി തരൂർ ഷെയർ ചെയ്ത പോസ്റ്റിൽ പറയുന്നത്. ഇത് സത്യം പറഞ്ഞാൽ കോൺഗ്രസിന് അനുകൂലമായ ഒരു സർവേയാണ്, പാർട്ടി സെലിബ്രേറ്റ് ചെയ്യേണ്ടതുമാണ്. പക്ഷേ അത് തരൂർ ആയതുകൊണ്ടാണോ ആഘോഷിക്കപ്പെടാത്തത്, അതോ പാർട്ടി ചട്ടങ്ങൾക്ക് വിരുദ്ധമാണോ? ഇന്നത്തെ വീക്ഷണത്തിന്റെ എഡിറ്റോറിയലിൽ ശശി തരൂരിനെതിരെ അതിരൂക്ഷ വിമർശനവുമാണ്. അങ്ങ് ഈ വിഷയത്തിൽ അങ്ങയുടെ പ്രതികരണം എന്താണ്? അല്ല, ഈ കാര്യത്തിലൊന്നും പ്രതികരിക്കാൻ ഞങ്ങളെപ്പോലെയുള്ള ആളുകൾ തയ്യാറാകില്ല. കാരണം ഇപ്പോൾ ഒരു സർവേ, ഏത് സർവേ ആണെന്ന് പോലും നമുക്കറിയില്ല. പല സർവേകളും വരുന്നുണ്ട്. ഒന്നല്ല, രണ്ടല്ല, മൂന്നല്ല, പല സർവേകളും ഇങ്ങനെ വരികയാണ്. ആ സർവേ ആര് നടത്തുന്നു, എങ്ങനെ നടത്തുന്നു എന്നതിനെക്കുറിച്ച് ഞങ്ങൾക്കാർക്കും ഒരു ബോധ്യമുള്ള ഒരു കാര്യമല്ല. സർവേ നടത്തുക, എന്നിട്ട് ശതമാനം പറയുക, ആ ശതമാനത്തിനെ കണക്കെടുത്ത് ഷെയർ ചെയ്യുക, ഇതൊക്കെ കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിലാണ് വെക്കുന്നത് എന്ന് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. കേരളത്തിലെ ജനങ്ങൾ അത്ര മഠയന്മാരാണ് എന്ന് കരുതാൻ പാടില്ല. തീർച്ചയായിട്ടും കേരളത്തിലെ ജനങ്ങൾ മഠയന്മാരല്ല, അവർ എല്ലാ കാര്യങ്ങളും നോക്കിക്കാണുന്നവരും പഠിക്കുന്നവരുമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അദ്ദേഹം കാണിച്ചത് ശരിയോ തെറ്റോ എന്നതിനെക്കുറിച്ച് ഒരു അഭിപ്രായം പറയാൻ ഞാൻ ആളല്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, അദ്ദേഹം ഉന്നതമായ ഒരു സ്ഥാനത്തിരിക്കുന്ന വ്യക്തിയാണ്. ഉന്നതമായ സ്ഥാനത്ത് എന്ന് പറയുമ്പോൾ AICCയുടെ അംഗം എന്നുള്ള നിലയിൽ അദ്ദേഹം ഇന്ന് വർക്കിംഗ് കമ്മിറ്റി അംഗമാണ്. ആ വർക്കിംഗ് കമ്മിറ്റി അംഗം എന്നുള്ള നിലയിൽ അദ്ദേഹത്തെക്കുറിച്ച് അല്ലെങ്കിൽ അഭിപ്രായം പറയാൻ ഞങ്ങൾ അതിന് തയ്യാറാകുന്നില്ല. അഭിപ്രായം പറയേണ്ടത് AICC നേതൃത്വമാണ്. AICC നേതൃത്വം പറയുന്നതനുസരിച്ച് ഞങ്ങൾ കാര്യങ്ങളിലേക്ക് പോകും എന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട.